My dear students, Dr. James Taylor രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. ഈ പരമ്പരയുടെ 356 എപ്പിസോഡിൽ ബെൻസോയിക് ആസിഡ് എന്ന അധ്യായത്തിൻ്റെ 3-ാം ഭാഗമാണ് നമ്മൾ പരിഗണിക്കുന്നത്. വളരെ രസകരമായ, വളരെ താല്പര്യജനകമായ ഒരു ഭാഗമാണിത്. നിരവധി വിലപ്പെട്ട വിവരങ്ങളൊക്കെ എൻ്റെ ഇവിടെ തരുന്നുണ്ട്. കെൻ്റ് പലപ്പോഴും പറയാറുള്ളൊരു കാര്യം ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. കറസ്പോണ്ടൻസ് ഓഫ് ഓർഗൻസ്, ശരീരത്തിലെ വിവിധ അവയവങ്ങൾ ഒരു വൈറ്റൽ സിസ്റ്റം എന്ന രീതിയിൽ പരസ്പരം ബന്ധപ്പെടുന്ന രീതി, കറസ്പോണ്ട് ചെയ്യുന്ന രീതി, ലക്ഷണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന രീതി, അത് തന്നെ വേറെ തരത്തിൽ ഇവിടെ ഒരുതരം മൈഗ്രേഷൻ ഓഫ് സിംറ്റംസ്, അങ്ങനെ മൈഗ്രേഷൻ എന്നുള്ള വാക്ക് എൻ്റെ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. എങ്ങനെ മൈഗ്രേറ്റ് ചെയ്യുന്ന നിങ്ങൾക്കറിയാം, ഒരു സ്ഥലത്ത് വേറെ സ്ഥലത്തേക്ക് കുടിയേറുന്നു, കുടിയേറ്റം. ട്രാൻസ്ഫോർമേഷൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുണ്ട്, ഒരുതരം രൂപാന്തരീകരണം. ഓരോ സന്ദർഭം അനുസരിച്ച് വ്യത്യസ്ത വാക്കുകൾ ഉപയോഗിക്കാൻ നമ്മളിത് മനസ്സിലാക്കണമെന്ന് വെച്ചാൽ, ഒരു വൈറ്റൽ സിസ്റ്റത്തിൽ, ഒരു വൈറ്റൽ ഡിറേഞ്ച്മെൻറ്റിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന ലക്ഷണ സഞ്ചയങ്ങൾ ഒരു അവയവത്തിൽ നിന്ന് മറ്റവയവത്തിലേക്ക് മാറാം, ഒരവയവത്തിൽ നിന്ന് പല അവയവങ്ങളിലേക്ക് മാറാം, അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിൽ നിന്നും ഒരു വ്യവസ്ഥയിൽ നിന്നും ഒരവയവത്തിലേക്ക് മാറാം. അപ്പം അങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് കെൻ്റ് വ്യത്യസ്തമായ വാക്കുകൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നുണ്ട്. ഇത്തരത്തിൽ നമുക്ക് നമ്മുടെ ഫിലോസഫിയുടെ ഗ്രന്ഥങ്ങളിൽ നിന്നും കിട്ടില്ല. ഓർഗനിൽ അങ്ങനെയുള്ള വാക്കുകളുള്ളതായിട്ട് ഞാൻ ഓർക്കുന്നില്ല, അങ്ങനെ പറയുന്നില്ല. അപ്പോൾ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ മെറ്റീരിയ മെഡിക്കയിലും മറ്റുമൊക്കെ ഉള്ള ഓർഗനിലൊക്കെ ഉള്ള അഗാധമായ പാണ്ഡിത്യത്തിൻ്റെയും അനുഭവത്തിൻ്റെയും പശ്ചാത്തലത്തിൽ കെൻ്റ് തരുന്ന ഈ വിലപ്പെട്ട വിവരങ്ങൾ നമുക്ക് പരമാവധി സ്വാംശീകരിക്കാം. നല്ലൊരു പ്രയോഗങ്ങളുണ്ട്, മൈഗ്രേറ്റിംഗ് മെറ്റാസ്റ്റാറ്റിക് നേച്ചർ. ഓരോ ഔഷധത്തിനും ഒരു സ്വഭാവമുണ്ട്, നേച്ചർ, ഒരു പ്രകൃതം. സ്വഭാവമല്ല, എൻ്റെ പ്രകൃതം. നേച്ചർ പ്രകൃതം എന്ന് പറയില്ലേ, നാച്ചുറലി ഹീ സോ, നാച്ചുറലി ഷീ സോ, അങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രകൃതം, ബെൻസോയിക് ആസിഡിൻ്റെ പ്രകൃതം പറയുന്നത് മൈഗ്രേറ്റിംഗ് ആൻഡ് മെറ്റാസ്റ്റാറ്റിക് നേച്ചർ എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വിവരം, അതുപോലെ വിലപ്പെട്ട ധാരാളം കമ്പാരിസൺസ്, ആൻറ്റിമണിയം ക്രൂഡം, സാങ്കിനേറിയ, മെർക്കുറി, അങ്ങനെ പല പല ഔഷധങ്ങളുമായിട്ടുള്ള താരതമ്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾക്ക് സൂക്ഷ്മമായി ഒരു രോഗാവസ്ഥയിൽ 2 ഔഷധങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ 3 ഔഷധങ്ങൾ തമ്മിൽ നിങ്ങൾക്കൊന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ പലപ്പോഴും ആശയക്കുഴപ്പമുണ്ടാകും, സ്വാഭാവികമായിട്ടും. അപ്പോഴേക്കും നമുക്കൊരു വലിയൊരു ഗുരുനാഥൻ്റെ അനുഭവങ്ങൾ, ഇത്തരം കെൻ്റ് തരുന്ന കമ്പാരിസൺസ് നമുക്ക് അപ്പോഴൊക്കെ ഉപകരിക്കും. എനിക്ക് വ്യക്തിപരമായിട്ട് നിരവധി സന്ദർഭങ്ങൾ പറയാൻ സാധിക്കും ഇതേപോലെ കൃത്യമായി തിരഞ്ഞെടുപ്പ് നടത്താൻ സഹായിച്ചിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് നോക്കാം. പെർവേർഷൻ ഓഫ് സ്മെൽ, ഗന്ധം എന്നുള്ള ആ ഒരു സംവേദനം, മണം, അതിൻ്റെ പെർവേർഷൻ, അതിൻ്റെ സ്വാഭാവിക നില വിട്ടുപോകുന്നൊരവസ്ഥ ഈ കൊട്ടിയിരിക്കുകയാണ്. സെൻസ് ഓഫ് സ്മെൽ ഡിമിനിഷ്ഡ്, ആ ഗന്ധത്തിൻ്റെ ഒരു അനുഭവം, ആ ഒരു ഇന്ദ്രിയാനുഭവം അത് മങ്ങിപ്പോയി. ഇനി വീണ്ടും കൊട്ടേഷൻ, പെയിൻ ഇൻ നേസൽ ബോൺസ്, മുക്കിലെ അസ്ഥികളിൽ വേദന. അനദർ ഫോം ഓഫ് ട്രാൻസ്ഫോർമേഷൻ സീൻ ടേക്സ് പ്ലേസ് ഇൻ ദിസ് റെമഡി. ഈ ഔഷധത്തിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു രംഗം മറ്റൊരു ഒരു അവയവത്തിലേക്ക്, രംഗം എന്ന് പറയുന്ന ഒരു സീൻ എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. വെൻ ഓൾ ദ ഗോട്ടി സിംറ്റംസ് ഓഫ് ദ ബോഡി, ശരീരത്തിൻ്റെ പല ഭാഗങ്ങളുണ്ടാകുന്ന വാസംബന്ധമായ ലക്ഷണങ്ങൾ, അതൊരു അവയവത്തിന് മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. അതുകൊണ്ടാണ് സീൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നത്. അവിടെ മൈഗ്രേഷൻ എന്നോ അവിടെ കറസ്പോണ്ടൻസ് എന്നോ പറയുന്നില്ല. കാരണം 2 അവയവങ്ങളില്ല, ഒന്നിൽ ഗോട്ടി സിംറ്റംസ് പല അവയവങ്ങളോട് ബന്ധപ്പെട്ട് വരുന്നതാണ്. അത് നാവിലേക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നു. അതിന് അപ്പം ഓൾ ദ ഗോട്ടി സിംറ്റംസ് ബോഡി സീസ്, ശരീരത്തിലെ വാദസംബന്ധമായ ലക്ഷണങ്ങളെല്ലാം നിലയ്ക്കുമ്പോൾ, ഇല്ലാതാകുമ്പോൾ നാവിൻ്റെ പ്രശ്നങ്ങൾ, ഇൻഫ്ലമേഷൻ, നാവിൻ്റെ വീക്കം വരുന്നു. ദ പെയിൻ ഇൻ ദ ജോയിൻസ് സീസ് സഡൻലി ഫ്രം ടേക്കിംഗ് ഹോൾഡ്, പൊതു അവസ്ഥയാണ്, തണുപ്പടിച്ച് കഴിയാൻ നേരത്ത്. ഫ്രം സ്റ്റോമി വെയർ, കാറ്റും മറ്റുമൊക്കെ ഉള്ള കാലാവസ്ഥ. അമേരിക്കയിൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ടൊർണാഡോസ് ധാരാളം വരും, ചുഴലിക്കാറ്റുകൾ, ശക്തമായ ചുഴലിക്കാറ്റുകൾ വരും. ആ കാലാവസ്ഥ ആളുകളെ ബാധിക്കും. ആ സ്റ്റോമി വെതർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ശക്തി കാണിക്കാൻ ഒരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് പറയാം. അപ്പോൾ ഇത് സ്റ്റോമി വെതർ എങ്ങനെ മനുഷ്യൻ്റെ ബാധിക്കുന്നു എന്നതിനെ കുറിച്ച് നമുക്കിവിടെ അങ്ങനെ അത്രക്ക് സ്റ്റോമി വെതർ കേരളത്തിൽ ഇല്ലല്ലോ.
ഞാൻ കാലാവസ്ഥാ ശാസ്ത്രം പഠിക്കുന്ന സമയത്ത് ഒരു ടെക്സ്റ്റ് ബുക്കിൽ, അമേരിക്കൻ ടെക്സ്റ്റ് ബുക്കിൽ കണ്ടൊരു ചിത്രം ഓർക്കുകയാണ്. അന്ന് മരം കൊണ്ടാണ് കൂടുതൽ ഇപ്പോഴും പല കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നത്. ആ ഒരു കെട്ടിടത്തിൻ്റെ മരം കൊണ്ടുള്ള ഒരു തൂണിൽ, അത് ഓക്കുമരവും മറ്റോ കൊണ്ടൊരു തൂണാണ്, കരുത്തുള്ള മരം. ആ ഒരു മരത്തിൽ ഒരു വൈക്കോൽ കഷ്ണം, വൈക്കോൽ തുരുമ്പ്, ഒരു വൈക്കോൽ, കാരണം ഗോതമ്പിൻ്റെ വൈക്കോലായിരിക്കും അമേരിക്ക ആകുമ്പോൾ, അല്ലെ ചോളത്തിൻ്റെ വല്ലതായിരിക്കും. ആ വൈക്കോൽ ആണി അടിച്ചു കയറ്റി തറഞ്ഞിരിക്കുക. അതെങ്ങനെ പറഞ്ഞാന്നറിയാവോ? ടൊർണാഡോ, ചെറിയ ശക്തമായ ചുഴലിക്കാറ്റ്, ഈ ടൊർണാഡോ കേന്ദ്ര, ഐ ഓഫ് ദ ടൊർണാഡോ എന്ന് പറയും. അവിടെ ഇങ്ങനെ അതിശക്തമായ ഇതിൽ സ്പീഡിൽ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും, ആംഗുലർ വെലോസിറ്റി. അതിൽ ഒരു വൈക്കോൽ തുരുമ്പ് പെട്ടുപോയിട്ട് അതിങ്ങനെ ടൊർണാഡോയിലൂടെ പാഞ്ഞു വന്ന് ഈ മരക്കുറ്റിയിൽ, ഓക്കുമരത്തിൻ്റെ കുറ്റിയിൽ ആണി കയറുന്ന പോലെ തറഞ്ഞു കയറി. അപ്പോൾ ഞങ്ങൾ ഈ ടൊർണാഡോയിൽ അടങ്ങിയിരിക്കുന്ന എനർജി കാൽക്കുലേറ്റ് ചെയ്യേണ്ട രീതികൾ ഞങ്ങൾ പഠിക്കണം. അതിൻ്റെ ഭാഗമായിട്ട് ഒരു ഡെമോൺസ്ട്രേഷൻ്റെ പിക്ചർ ഒരു ബുക്കിലുണ്ടായി പറയാം. അപ്പോൾ അതാണ് അവിടുത്തെ സ്റ്റോമി വെതർ എന്ന് പറയുന്നത്, അതാണ് അമേരിക്കയിൽ. അപ്പോൾ സ്റ്റോമി വെതറും മറ്റുമൊക്കെ മനുഷ്യൻ്റെ ആരോഗ്യത്തെ ബാധിക്കും. പക്ഷെ നമുക്കിപ്പോൾ അങ്ങനെ അത് ഇവിടെ അത്ര വലിയ നമുക്കങ്ങനെ കൃത്യമായിട്ട് എടുക്കാൻ പറ്റില്ല കേരളത്തിൻ്റെ സാഹചര്യത്തിൽ. ആൻഡ് നോൺ കംസ് എ സഡൻ സ്വെല്ലിംഗ് ഓഫ് ദ ടങ്. അപ്പോൾ തണുപ്പടിക്കുന്നു, ഒരു സ്റ്റോമി വെതർ ഉണ്ടാകുന്നു, വാദസംബന്ധമായ ലക്ഷണങ്ങളൊക്കെ അവസാനിക്കുന്നു. സാധാരണ തണുപ്പൊക്കെ ഇപ്പോൾ കൂടുകയും ചെയ്യുന്നത്, ഇവിടെ ഒക്കെ അവസാനിക്കുന്നു, പകരം നാവിൽ വീക്കം വരുന്നു. മെർക്കുറി ഓൾസോ ഹാസ് ദി സ്റ്റേജ്. മെർക്കുറിക്കുണ്ട് ഈ ഒരു അവസ്ഥ. മെർക്കുറി ലെക്ചർ നോക്കുക, അവിടെ ഇത് എഴുതിയിട്ടില്ലെങ്കിൽ അവിടെ നിങ്ങൾ കുറിച്ച് നോക്കണം. വീണ്ടും കൊട്ടേഷനും എക്സ്റ്റൻസീവ് അൾസറേഷൻ ഓഫ് ടോങ്. നാവിൽ വളരെ വ്യാപകമായിട്ടുണ്ട്, അതിൻ്റെ ഒരു ഭാഗത്ത് മാത്രമല്ല, നാവിലും ഉടനീളം കാണാം. ഇത് ഡീപ്ലി ചാപ്ഡ് ഓർ ഫംഗോയിഡ് സർഫസസ്. നാവിൻ്റെ ഉപരിതലം രസമൂലങ്ങളൊക്കെ പോയി, നിറം മാറി, ഇങ്ങനെ വികൃതമായി പോയി, ഫംഗസ് പിടിച്ച പോലെയൊക്കെ ആയിപ്പോയി. Then again, peculiar kind of sore throat take place from the same cause. ഇതേ കാരണങ്ങളുണ്ട്, സ്റ്റോമി വെതർ കൊണ്ട്, തണുപ്പിടിക്കുന്നതുകൊണ്ട് സവിശേഷമായ ഒരു തൊണ്ടയുടെ പ്രശ്നവും കൂടി ഉണ്ടാകാം. സഡൻ സ്റ്റോപ്പേജ് ഓർ സ്ലാക്കിംഗ് അപ്പ് ഓഫ് ദ ക്വാണ്ടിറ്റി ഓഫ് യൂറിൻ, ഇറ്റ് ബിക്കംസ് കാൻഡി, ഹൈ കളേർഡ് ആൻഡ് പഞ്ചന്റ്, സ്മെല്ലിംഗ് ദാറ്റ് ഓഫ് എ ഹോഴ്സ്. അപ്പോൾ പെട്ടെന്ന് മൂത്രം നിന്നു പോകുന്നു, അല്ലെങ്കിൽ മൂത്രത്തിൻ്റെ അളവ് കുറയുന്നു, അതിൻ്റെ നിറം രൂക്ഷമാകുന്നു, ദുർഗന്ധം വരുന്നു, കുതിരമൂത്രത്തിൻ്റെ മണം പോലെ വരുന്നു. അവിടെ നൈട്രിക് ആസിഡ് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. നൈട്രിക് ആസിഡിനെ വായിച്ചപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ കുതിരമൂത്രം ഞാൻ പോയി ശേഖരിച്ച് ബാബുചേട്ടനും ആ വഴി കോളേജിലൊക്കെ കൊണ്ടുവന്ന് വിട്ടത്. എലോങ് വിത്ത് അക്യൂട്ട് ഇൻഫ്ലമേഷൻ ആൻഡ് സ്വെല്ലിംഗ് ഓഫ് ദ ടോൺസിൽസ് ആൻഡ് ത്രോട്ട്. അപ്പം തൊണ്ടയിലെ ലക്ഷണങ്ങൾ, ടോൺസിൽസിലും തൊണ്ടയിലുമൊക്കെ രൂക്ഷമായ വീക്കം വരുമ്പോൾ, ഇൻഫ്ലമേഷൻ ഓഫ് ടോൺസിൽ വിത്ത് സ്കാൻഡി സ്ട്രോങ് പഞ്ചന്റ് യൂറിൻ, സ്മെല്ലിംഗ് ദാറ്റ് ഓഫ് എ ഹോഴ്സ്. അപ്പം അതിനോട് ചേർന്നാണ് വരുന്നത്. മൂത്രത്തിന് അളവ് കുറയുന്നു, രൂക്ഷമായ ഗന്ധം വരുന്നു, കുതിരമൂത്രത്തിൻ്റെ മണം വരുന്നു. അനദർ ഫീച്ചർ ദാറ്റ് സീംസ് ഓൾമോസ്റ്റ് ലൈക്ക് മെറ്റാസ്റ്റാസിസ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്ഥാനം മാറൽ, ലക്ഷണങ്ങളുടെ സ്ഥാനം മാറൽ, മെറ്റാസ്റ്റാസിസ്. ഇപ്പം നമ്മൾ അർബുദവുമായിട്ട്, ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ടാണ് കൂടുതൽ ആ വാക്ക് ഇപ്പോൾ പ്രയോഗിക്കുന്നത്. ഇവിടെ അങ്ങനെ പൊതുവെ ഒരു ജനറൽ ടേമായിട്ട്, ടേക്ക് എൻ ഇൻഡിവിജ്വൽ ഹു ഈസ് ഗോയിങ് അറൌണ്ട് വിത്ത് മോർ ഓർ ലെസ് റൊമാറ്റിക് ഏക്സ് ഇൻ ദ ജോയിൻസ്. പല സന്ധികളിലൊക്കെ ഈ വാദസംബന്ധമായ വേദനകളോട് നടക്കുന്ന ഒരാളുടെ കാര്യം എടുക്കുക. ഹി ടേക്സ് കോൾഡ്, അയാൾക്ക് തണുപ്പടിക്കുന്നു. ആൻഡ് ഓൾ ദിസ് സീസസ്, ഈ വാദസംബന്ധമായ വേദനകളെല്ലാം നിലച്ചു പോകുന്നു. നെക്സ്റ്റ് ഡേ, തൊട്ടടുത്ത ദിവസം തന്നെ സംഭവിക്കുകയാണ്. ഹി കംസ് ഡൗൺ വിത്ത് ഇൻഫ്ലമേഷൻ ഓഫ് ടങ് ഓർ സോർ ത്രോട്ട്, നാവിലും തൊണ്ടയിലും വീക്കം വരുന്നു. ഓർ ഇൻഫ്ലമേഷൻ ഓഫ് ദ സ്റ്റൊമക്ക്, വയറിൽ വീക്കം. അത് ഇറ്റാലിക്സാണ്, ഇൻഫ്ലമേഷൻ ഓഫ് സ്റ്റൊമക്ക് ഇറ്റാലിക്സാണ്. വയറിലും വീക്കം വരാം. സോ ദാറ്റ് ഹി വോമിറ്റ്സ് എവറിത്തിങ് ഹി ഈറ്റ്സ്. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? അയാൾ കഴിക്കുന്ന എല്ലാം അയാൾ ഛർദ്ദിച്ചു പോകും. ദ ഗോഡ് ഗോസ് ടു ഡിഫറെൻറ്റ് പാർട്സ് ആണ് കാര്യം. വാദം ഈ നേരത്തെ പറഞ്ഞ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നു, വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് അത് വ്യാപിക്കുന്നു. സ്ഥാനം മാറും, വ്യാപിക്കുകയല്ല, സ്ഥാനം മാറുകയാണ് ചെയ്യുന്നത്. ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നു, മൈഗ്രേഷൻ സംഭവിക്കുന്നു, മെറ്റാസ്റ്റാസിസ് ഉണ്ടാകും. കുറേ കൂടെ ടെക്നിക്കലായിട്ട് മെറ്റാസ്റ്റാസിസ് സംഭവിക്കുന്നു. ആൻഡ് ദെൻ ബെൻസോയിക് ആസിഡ്, ആന്റിമോണിയം ക്രൂഡ് ഓർ സാങ്കുനേറിയ ഈസ് ലൈക്ലി ടു ബി യൂസ്ഫുൾ. ഈ അവസ്ഥയിൽ ബെൻസോയിക് ആസിഡ് മാത്രമല്ല, ആന്റിമോണിയം ക്രൂഡവും സാങ്കുനേറിയവും ലൈക്ലി ഉപയോഗപ്രദമായേക്കാം. ഇതല്ലാതെ മറ്റു ലക്ഷണങ്ങളും മറ്റു ഔഷധങ്ങളും വരാം.
നമ്മൾ ലക്ഷണങ്ങളുടെ ടോട്ടാലിറ്റി അയാളുടെ ജനറൽ കണ്ടീഷൻ അനുസരിച്ച്. When it goes to the throat or is followed by swelling of the tongue, mercury and benzoic acid should be thought of. പക്ഷേ സ്പെസിഫിക് ആയിട്ട് കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് പറയണം, ഇത് തൊണ്ടയിലേക്കോ അല്ലെങ്കിൽ നാവിൻ്റെ വീക്കമായിട്ടോ ആണ് പോകുന്നതെങ്കിൽ, വാദസമാന ലക്ഷണങ്ങൾ പോകുന്നതെങ്കിൽ മെർക്കുറിയും ബെൻസോയിക് ആസിഡും അതിനെക്കുറിച്ച് ചിന്തിക്കണം. അപ്പോൾ ഷുഡ് ബി എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഷുഡ് ബി, ഇത് രണ്ടിലൊന്നാകാം. whenever this gouty condition goes to stomach, വയറ്റിലേക്കാണ് പോകുന്നെങ്കിൽ ഓഫ് കോഴ്സ് ഇറ്റ് മസ്റ്റ് കൺഫേം ടു ദീസ് സിംറ്റംസ് ദാറ്റ് ആർ ഇൻ ദ നേച്ചർ ഓഫ് ദിസ് റെമഡി. അങ്ങനെ വയറിലേക്കാണ് പോകുന്നതെങ്കിൽ നമ്മൾ ബെൻസോയിക് ആസിഡ് കൊടുക്കണമെങ്കിൽ അതിൻ്റെ സ്വഭാവം അതിനായിട്ട് കൺഫേം ചേർന്നിരിക്കണം. അല്ലാതെ വെറുതെ വയറിലേക്ക് പോയി എന്നതുകൊണ്ട് ചാടിപ്പിടിച്ച് ബെൻസോയിക് ആസിഡോ ഒറ്റൊന്നും കൊടുത്തുകൂടാ. അത് എൻ്റെ എപ്പോഴും ഒരു മുന്നറിയിപ്പ് നൽകുന്നതാണ്. അതിൻ്റെ ഔഷധത്തിൻ്റെ സ്വഭാവമായിട്ട് ആ രോഗാവസ്ഥയുടെ സ്വഭാവം ചേരണമെങ്കിൽ രോഗശാന്തി ഉണ്ടാവും. അല്ലാതെ എന്തെങ്കിലും എവിടെയെങ്കിലും കണ്ടു, അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, കീനോട്ട് കണ്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ രോഗശാന്തി കിട്ടില്ല, നമ്മളുടെ കരിയറിനെയൊക്കെ അത് ബാധിക്കും. ഇൻ ദിസ് റെമഡി വി ഹാവ് ലോത്തിങ്, സിക്നസ് അറ്റ് സ്റ്റൊമക്ക്, നോസിയ വിത്ത് ഗാഗിങ്, വോമിറ്റിംഗ് ഓഫ് എ സാൾട്ടി സബ്സ്റ്റൻസ്, ബിറ്റർ. ഇത് മൂന്ന് കൊട്ടേഷൻസ് ആണ് ലക്ഷണങ്ങളിൽ ആഹാരത്തോട് ഒരു വെറുപ്പ്, വയറ്റിലൊരു സുഖമില്ലായ്മ, ഓക്കാനം, ഛർദ്ദിച്ച് പോകുന്നില്ല, ഏങ്ങി നിൽക്കുകയാണ്, ഉപ്പുള്ള വസ്തുക്കൾ ഛർദ്ദിച്ചു പോകുന്നു, കയ്പുള്ള വസ്തുക്കൾ ഛർദ്ദിച്ചു പോകുന്നു. ഈ മൂന്നും കൊട്ടേഷൻ കൊടുത്തിരിക്കുക. When we think of benzoic acid for the stomach symptoms, it is important that we have in mind its whole nature. വീണ്ടും പറയാണ്, വയറുമായിട്ട് ബന്ധപ്പെട്ട ലക്ഷണങ്ങളിൽ ബെൻസോയിക് ആസിഡിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുമ്പോൾ അതിൻ്റെ ഒരു പൊതു സ്വഭാവം, പൊതു അവസ്ഥ, ജനറൽ കണ്ടീഷൻ മനസ്സിൽ വെക്കണം. കാരണം അത്രയ്ക്ക് പ്രൊമിനൻ്റ് ആയിരിക്കില്ല, അതുകൊണ്ടായിരിക്കും. ഹൗ ഇറ്റ് ബ്രിങ്സ് അബൌട്ട് ഇറ്റ് കംപ്ലൈൻസ് ആൻഡ് വാട്ട് ക്യാരക്ടറൈസസ് എ ബെൻസോയിക് ആസിഡ് പേഷ്യൻറ്റ്. ഈ ലക്ഷണങ്ങൾ വരുന്നു തണുപ്പടിക്കുമ്പോൾ, സ്റ്റോമി വെതറിൽ, അല്ലെങ്കിൽ ഈ ബെൻസോയിക് ആസിഡ് രോഗിയെ തനിമയുള്ളവളാക്കുന്ന ലക്ഷണങ്ങൾ, ആ ലക്ഷണങ്ങൾ സാഹചര്യങ്ങളൊക്കെ യോജിച്ച് വരുമ്പോൾ മാത്രമേ ഈ വയറുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ബെൻസോയിക് ആസിഡ് കൊടുക്കാവൂ. എന്ത് ഔഷധവും ഇങ്ങനെ തന്നെ കൊടുക്കാവൂ. വി വുഡ് നോട്ട് ബി ഏബിൾ ടു ഡിസ്റ്റിങ്ക്വിഷ് ഫ്രം ദ സ്റ്റൊമക് സിംറ്റംസ് അലോൺ. വീണ്ടും പറയാണ്, വയറിൻ്റെ പ്രശ്നങ്ങൾ മാത്രം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഔഷധത്തെ നിങ്ങൾക്ക് നിർണ്ണയിക്കാൻ പറ്റില്ല. രോഗിയുടെ അവസ്ഥയെ നമുക്ക് തനിമയുള്ളതാക്കി വ്യതിരിക്തമാക്കി മാറ്റാൻ പറ്റില്ല. വയറിൻ്റെ ലക്ഷണങ്ങൾ മാത്രം വെച്ചുകൊണ്ടൊന്നും ചെയ്യരുത്. യു മസ്റ്റ് ക്യാരി വിത്ത് ദം ദ ക്യാരക്ടർ ഓഫ് ദ റെമഡി. ആ ഔഷധത്തിൻ്റെ സ്വഭാവം, ക്യാരക്ടർ. ഒരു ഔഷധത്തിന് അതിൻ്റെ ക്യാരക്ടറുണ്ട്, നേച്ചറുണ്ട്, ടെമ്പറാമെൻ്റ് ഉണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ഒക്കെ ഉണ്ട്. അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം അത് കൊടുക്കാൻ. ഇറ്റ് ഹാസ് മച്ച് ഡിസ്റ്റർബൻസ് ഓഫ് ദ ലിവർ ആൻഡ് മെനി ലിവർ സിംറ്റംസ്. കരളിൽ ഒരുപാട് പ്രശ്നം ഉണ്ടാകുന്നുണ്ട്, അവിടെ നിരവധി ലക്ഷണങ്ങളും കാണാം. ആസ് ടു ദ ബവൽസ്, the stool, the rectum, anus and urinary organs, it is very rich in symptoms. ലക്ഷണങ്ങളാൽ സമ്പന്നമാണ് ബെൻസോയിക് ആസിഡ്. എവിടെയൊക്കെയാണ്? വയറ്റിലെന്നതുപോലെ മലവുമായിട്ട് ബന്ധപ്പെട്ട്, മലാശയമായിട്ട് ബന്ധപ്പെട്ട്, മലദ്വാരമായിട്ട് ബന്ധപ്പെട്ട്, മൂത്രസംബന്ധമായ അവയവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒക്കെ ലക്ഷണങ്ങളുടെ സമ്പന്നത ബെൻസോയിക് ആസിഡ് ഉണ്ട്. ഇറ്റ്സ് സ്ട്രൈക്കിംഗ് വൺസ് ഐ വിൽ കോൾ യുവർ അറ്റൻഷൻ ടു. അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് ഞാൻ നിങ്ങളോട് ശ്രദ്ധ ക്ഷണിക്കാമെന്ന് എന്ന് പറയും. ബട്ട് റിമെമ്പർ, ഒന്ന് കാര്യം ശ്രദ്ധിക്കുക, ഇറ്റ്സ് മൈഗ്രേറ്റിംഗ് മെറ്റാസ്റ്റാറ്റിക് നേച്ചർ. ലക്ഷണങ്ങൾ സ്ഥാനം മാറുന്ന ആ ബെൻസോയിക് ആസിഡിന്റെ സ്വഭാവം മനസ്സിൽ വെക്കുക. ഇറ്റ്സ് കംപ്ലൈൻസ് ഗോയിങ് ഫ്രം വൺ പാർട്ട് ടു അനദർ. ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് ലക്ഷണങ്ങൾ പോകുന്നു. വിച്ച് വിൽ അക്കമ്പനി ദീസ് സിംറ്റംസ്. അതിനോട് ചേർന്നാണ് ഈ പറയുന്ന ലക്ഷണങ്ങളൊക്കെ വരുന്നത്. വയറുമായിട്ടുള്ള ലക്ഷണങ്ങൾ, യൂറിനറി സ്ട്രാക്റ്റുമായിട്ട്, മലാശയമായിട്ട് ബന്ധപ്പെട്ട ലക്ഷണങ്ങളൊക്കെ അതുമായിട്ട് ചേർന്നാണ് വരുന്നത്, സ്വഭാവമായിട്ട് ചേർന്നാണ് വരുന്നത്. വീണ്ടും കൊട്ടേഷൻ, സ്റ്റൂൾസ് കോപ്പിയസ് വാട്ടറി. കട്ടിയുള്ള മലം ഉണ്ടാകാം, ധാരാളമായിട്ടുണ്ടാകാം, വെള്ളം പോലെ വരാം. ദിസ് ഈസ് ട്രൂ ഇൻ സമ്മർ ഡയറിയ. വേനൽക്കാലത്ത് ഉണ്ടാകുന്ന വയറിളക്കങ്ങളിൽ ഇങ്ങനെയാണ്. ദാറ്റ് ഹാസ് കം ഓൺ സഡൻലി, പെട്ടെന്ന് വരുന്നു. എക്സസീവ്ലി ഒഫൻസീവ്, അമിതമായ ദുർഗന്ധമുണ്ട്, അത് കൊട്ടേഷനാണ്. ദ വൈറ്റ് സ്റ്റൂൾ ലൈക്ക് സോപ്പ് സഡ്സ് ഈസ് സോ സ്ട്രോങ് എ സിംറ്റം ദാറ്റ്
The remedy does not fail to cure even when the gouty constitution is not present. ഇത് വളരെ സവിശേഷമായ ലക്ഷണം പറയുകയാണ്, വളരെ സവിശേഷമാണ്. ഇപ്പോൾ ബെൻസോയിക് ആസിഡ് പൊതുവെ പറയുന്ന വാദസംബന്ധമായ പ്രശ്നങ്ങൾ, ആ ഒരു അവസ്ഥ, അങ്ങനത്തെ ഒരു സ്വഭാവം ഗോട്ടി കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ലാത്തപ്പോൾ പോലും ഈ ഔഷധം പ്രവർത്തിക്കുന്നതിൽ പരാജയപ്പെടുന്നില്ല. അത് പ്രവർത്തിക്കുന്നു. എപ്പോഴാണ്? വെളുത്ത നിറത്തിലുള്ള മലം അതിൽ സോപ്പ് കുമിളകൾ പോലെ പത, സോപ്പ് കുമിളകൾ പോലെ പത. അപ്പോൾ വെറുതെ വെറും വെള്ളക്കുമിളകളല്ല, ജലകുമിളകൾ, സോപ്പ് കുമിളകൾ. ഞാനിത് ആദ്യം പണ്ട് വായിച്ച സമയത്ത് ഞാനങ്ങനെ ചിന്തിച്ചില്ല. ഇപ്പോൾ ഒന്ന് വായിച്ച സമയത്ത് എൻ്റെ മനസ്സിൽ വന്നതാണ്, ഈ സോപ്പ് കുമിളകൾ ഒക്കെ പുതിയ തലമുറയിലെ കുട്ടികൾ, നിങ്ങൾ വിദ്യാർത്ഥികളായ നിങ്ങളുടെ ജനറേഷൻ, നിങ്ങൾ ചിലപ്പോൾ ചെറുപ്പത്തിൽ സോപ്പ് കുമിളകൾ ഉണ്ടായി കളിച്ച് കാണും. ഇനി വരാൻ പോകുന്ന തലമുറകൾ സോപ്പ് കുമിളകൾ കണ്ടു കാണുമോ? സോപ്പ് കുമിളകൾ ഉണ്ടായി കളിച്ച് കാണുമോ? നല്ല സാഹചര്യങ്ങൾ കുറവാണ്. കാരണം നമ്മൾ പലതും നിരീക്ഷിക്കുന്നില്ല. പലപ്പോഴും നമ്മുടെ കണ്ണ് പ്രകൃതിയിലേക്കൊന്നും പോകുന്നില്ല. നമ്മളെ കണ്ണ് പലപ്പോഴും നമ്മുടെ സെൽഫോൺ പോലുള്ള സാധനങ്ങൾ, സ്ക്രീനിലൊക്കെ ഇങ്ങനെ ലോക്ക് ചെയ്തിരിക്കുക നമ്മളെ കണ്ണുകൾ. നമ്മൾ പലതും നിരീക്ഷിക്കണം. നമ്മൾ ഇന്നല്ല, പല കാര്യങ്ങളും നമ്മൾ നിരീക്ഷിക്കണം. തിരികെ പിടിക്കുകയൊക്കെ വായിക്കുമ്പോൾ ലക്ഷങ്ങൾ, വിശേഷിച്ചും പഴയ ഗ്രന്ഥങ്ങളാണ്, പണ്ട് കാലത്ത് എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളാണ്, പ്രൂവിങ് നടന്നിരിക്കുന്ന പഴയ കാലത്താണ്. അപ്പം അന്ന് ജനങ്ങൾ നിരീക്ഷിച്ചിരുന്ന കാര്യങ്ങളൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം നമുക്കും നല്ലൊരു പരിസര നിരീക്ഷണം ഉണ്ടെങ്കിൽ മാത്രമേ പലതും കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. ഒരു സോപ്പ് കുമിള, കൃത്യമായിട്ട് സോപ്പ് കുമിളയായിരിക്കണം. സോപ്പ് സഡ്സ് അതുള്ള വെളുത്ത മലം ഉണ്ടെങ്കിൽ, ഈ ഗോട്ടി സ്വഭാവം ഇല്ലെങ്കിൽ പോലും ഈ സാധനം ബെൻസോയിക് ആസിഡ് വർക്ക് ചെയ്യും. കൊട്ടേഷനാണ്, എക്സസീവ്ലി ഒഫൻസീവ് സെൻസിങ് ദ വോൾ ഹൗസ്. ഈ മലത്തിന്റെ മണം വളരെ രൂക്ഷമാണ്. ആ വീട് മുഴുവൻ ആ മണം പരക്കും. പ്യുട്ടിഷ്, ബ്ലഡി, ആകെ ഡീകമ്പോസ്ഡ് ആണ്, രക്തം കലർന്നിട്ടുണ്ട്. ഇതെല്ലാം കൊട്ടേഷൻ കേട്ടോ. വാട്ടറി ലൈറ്റ് കളർ, വെള്ളം പോലെ നിറം മങ്ങി. വെരി ഒഫൻസീവ് സ്റ്റൂൾസ്, വളരെ ദുർഗന്ധമുള്ള സ്റ്റൂൾസ്. ഇൻ ചിൽഡ്രൻ, ബ്രാക്കറ്റിൽ കുട്ടികളുള്ള കാര്യമാണ് ഈ അവസാനം പറഞ്ഞിരിക്കുന്നത്. സോ വി ഗെറ്റ് ദ ഐഡിയ ദാറ്റ് ദ സ്റ്റൂൾസ് ആർ വൈറ്റ്, വെള്ള നിറത്തിലുള്ള മലമാണെന്ന് നമുക്ക് മനസ്സിലായി. ആൻഡ് ദ ഫസ്റ്റ് പാസേജ് ആർ ലൈക്ക് സോപ്പ് സഡ്സ്. അപ്പൊ ആദ്യം പോകുന്നതൊക്കെ സോപ്പ് കുമിളകൾ പോലെയാണ്. മല ആദ്യം പോകുമ്പോൾ സോപ്പ് കുമിളകൾ പോകുന്നു. ബട്ട് ലേറ്റർ ദ സോപ്പ് അപ്പിയറൻസ് സബ്സൈഡ്സ്. കുറച്ച് കഴിയുമ്പോൾ ഈ സോപ്പിൻ്റെതായിട്ടുള്ള ആ ഒരു മട്ട് അതങ്ങനെ കുറയും. ആൻഡ് ലീവ്സ് എ വൈറ്റ് സ്റ്റൂൾ. അതങ്ങനെ മാറിയിട്ട് വെളുത്ത മലമായിട്ട് മാറും. വെളുത്ത മലം വരുന്നത് തുടക്കത്തിൽ സോപ്പ് കുമിളകൾ പോലെ, പിന്നെ വെളുത്ത മലം. അതാണ് കൃത്യമായിട്ട് വരുന്നത്. ഇറ്റ് ഈസ് വെൽ ഓഫൺ വെൻ എ സ്റ്റൂൾ ഈസ് പാസ് ദാറ്റ് ഈസ് ഓഫ് എ ലൈറ്റ് ലിക്വിഡ്. To bear in mind a few remedies that produce this state and ascertain whether it is like soap suds or filled with bubbles of air. ഉണ്ടോ? ഇതാണ് നിരീക്ഷണത്തിന്റെ പ്രാധാന്യം. അപ്പോൾ പലപ്പോഴും മലം പോകുമ്പോൾ തുടക്കത്തിൽ കുറച്ച് പത പോലെ പോയിട്ട് പിന്നെ മലം വരുന്ന സാഹചര്യം ഉണ്ടാകാം. ശേഷം കുട്ടികളിലൊക്കെ അങ്ങനെ ഉള്ളതാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ആദ്യം വരുന്ന കുമിളകൾ സോപ്പ് കുമിളകൾ പോലെയാണോ, അല്ലെങ്കിൽ വെറുതെ വായുകുമിളകൾ, വെള്ളത്തിൽ വായുകുമിളകൾ ഉണ്ടാകുന്ന പോലെയാണോ എന്ന് നോക്കണം. അതോ അസർട്ടൈൻ, യു ഷുഡ് അസർട്ടൈൻ, നിങ്ങൾ ഉറപ്പിക്കണം. സോപ്പ് കുമിളകൾ പോലെ ആണെന്ന് ഉറപ്പിച്ചാൽ മാത്രമേ ബെൻസോയിക് ആസിഡിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോഴാണ് നിരീക്ഷണത്തിന്റെ പ്രാധാന്യം. വീണ്ടും കൊട്ടേഷൻ, ഡയറി ഓഫ് ചിൽഡ്രൻ, കുട്ടികളുണ്ടാകുന്ന വയറിളക്കം. ദ യൂറിനസ് ഓർഡർ ഓഫ് ദ ബോഡി, നേരത്തെ പറഞ്ഞതാണ്, മൂത്രമണം, ഒരു മൂത്രമണമുണ്ട് ശരീരത്തിലുണ്ട്. And especially that peculiarly pungent, intense smell of the urine. നേരത്തെ പറഞ്ഞ കുതിരമൂത്രത്തിന്റെ മണം പോലെ വളരെ സവിശേഷമായ രൂക്ഷതയുള്ള ഗന്ധം. ഈ കൊട്ടേഷനാണ്, സ്ലൈറ്റ്ലി എലിവേറ്റഡ് വാർട്ട് ലൈക്ക് റൗണ്ട് സർഫസ് അറൗണ്ട് ഈനസ്. കൊട്ടേഷനാണിത്. മലദ്വാരത്തിന് ചുറ്റും പതുക്കെ ഇങ്ങനെ തടിച്ച് ഉയർന്നിട്ട് അരിമ്പാറ പോലെ മലദ്വാരത്തിന് ചുറ്റും ഉണ്ടാകും. കൊട്ടേഷൻ നമുക്ക് എത്രയോ രസകരമായ ലക്ഷണങ്ങളാണ്. ഒക്കെ നന്നായിട്ട് മനസ്സിലാക്കണം. ഇതൊക്കെ ശരിക്കുള്ള നിരീക്ഷണം, രോഗിയെ നിരീക്ഷിക്കണം, പരിസരങ്ങളെ നിരീക്ഷിക്കണം, ഒക്കെ നിരീക്ഷിക്കണം. ഒരു ഒബ്സർവർ, അൺപ്രജഡീസ് ഒബ്സർവർ എന്ന് പറയില്ലേ, ആ ഒബ്സർവർ എന്നുള്ള വാക്കിന് വളരെയധികം പ്രാധാന്യമുണ്ടെന്ന് നമുക്ക് ഇതൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ
ഇപ്പോഴും നടത്തുക. നിങ്ങൾക്ക് പ്രാക്ടീസിൽ വിജയിക്കാൻ, നല്ലൊരു പ്രൊഫഷൻ കെട്ടിപ്പടുക്കാൻ ഈ അറിവുകൾ നിങ്ങളെ സഹായിക്കട്ടെ. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.